ഹേയ് ഗൈസ്, അന്നപൂർണ ബേസ് ക്യാമ്പിലെ 4-ാം ദിവസം അപ്പർ ഷിൻവയിൽ തന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ച്. ഷൂ ആണെങ്കിൽ മൊത്തം നനഞ്ഞ്. ഇന്നലെ മഴക്കായിരുന്നല്ലോ വന്നത്, ഇന്നത്തെ അവസ്ഥ അതുപോലെ തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ബായ് പറഞ്ഞ് യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ നല്ല മഴയാണ്. അത് മാത്രമല്ല അമ്മാതിരി സീനറിയും കൂടിയാണ് നമ്മൾ കണ്ടോണ്ട് പോകുന്നുള്ളത്. ഒരു 3 മണിക്കൂർ നടന്നപ്പോ നല്ല വിശപ്പ്. ഒരു ആപ്പിൾ എടുത്ത് കഴിച്ച്. ആപ്പിളിനൊക്കെ എന്താ ടേസ്റ്റ്. അങ്ങനെ ഈ കാണുന്ന വഴിയിലൂടെ വീണ്ടും യാത്ര തുടങ്ങി. പോകുന്നത് ബാംബോ ഫോറസ്റ്റിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കുറെ മഷ്റൂമും പിന്നെ പണ്ട് നമ്മൾ സ്ലേറ്റൊക്കെ മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനവും കണ്ട്. 2500 മീറ്റർ ഉയരത്തിലുള്ള ദവാൻ വില്ലേജിൽ എത്തിയപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് മാഗി കഴിച്ച് മടുത്ത്. അങ്ങനെ ഇവിടെ വന്ന് ചോറും കറിയും. റേറ്റ് എത്രയാ? 500 രൂപ. പിന്നൊന്നും നോക്കിയില്ല, ഓർഡർ ആക്കി. ഞങ്ങൾക്ക് വേണ്ടി ചോറും കറിയും റെഡി ആയിക്കൊണ്ടുണ്ട്. ബ്രൗണി കണ്ടപ്പോ കൊതിയായി. എടുത്ത് കഴിക്കാൻ നോക്കുമ്പോഴാണ് റേറ്റ് നോക്കുന്നത്. 500 രൂപ ബ്രൗണിക്കും. ഇത്ര ദിവസം മാഗി കഴിച്ചോണ്ടെന്ന് തോന്നുന്നു. ചോറിനൊക്കെ എന്താ ടേസ്റ്റ്. വാരി വാരി പ്ലേറ്റ് വരെ കഴിച്ച്. അതൊക്കെ കഴിഞ്ഞ് നടക്കുമ്പോഴാണ് ഈ വാട്ടർഫാൾ സീനറി കാണുന്നത്. എന്റെ മോനെ, അമ്മാതിരി ഐറ്റം. അതിന്റെ അടുത്ത് തന്നെ ഒരു ടെമ്പിളും ഉണ്ട്. ആ ടെമ്പിൾ ആണെങ്കിലും 108 ഫേസ് വെച്ച് അലങ്കരിച്ച ടെമ്പിൾ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വീണ്ടും നടന്ന് ഹിമാലയൻ റീജിയനിലുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ ആണെങ്കിലും കൊടും തണുപ്പും അപാര വ്യൂ ആണ്. പിന്നെ ഒന്നും നോക്കിയില്ല, 250 രൂപ കൊടുത്ത് ആ റൂം അങ്ങ് ബുക്ക് ചെയ്ത്. റൂമിലാണെങ്കിലും അപാര തണുത്ത് വിറക്കായിരുന്നു ഇങ്ങനെ. അപ്പൊ ഓക്കെ ഗൈസ്, നാളത്തെ വ്ലോഗിൽ അന്നപൂർണ ബേസ് ക്യാമ്പിൽ എത്തിയിട്ട് കാണാം. അപ്പൊ ബൈ.